അരങ്ങേറിയത്. പനിബാധിതനായി ആശുപത്രിയിലായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ വിശ്രമത്തിന് ശേഷം ഇന്നലെയാണ് പാർട്ടി ഓഫീസിലേക്ക് തിരിച്ചെത്തിയത്. അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ ഈ ഓഫീസ് ആക്രമിക്കാൻ തിരഞ്ഞെടുത്തത് സംസ്ഥാന അധ്യക്ഷനെ വധിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയാണ് എന്ന് ന്യായമായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതാദ്യത്തെ പ്രാവശ്യമല്ല ഇത്തരം അക്രമമുണ്ടാകുന്നത്. നേരത്തെയും കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ഇതേപോലെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ആക്രമിച്ചിരുന്നു. അന്നും കുമ്മനം രാജശേഖരൻ ഓഫീസിലുണ്ടോ എന്ന് രാവിലെ മുതൽ നിരവധി പ്രാവശ്യം തിരക്കി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഓഫീസിലുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് ഓഫീസിനെതിരായിട്ട് ബോംബാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് സംസ്ഥാന അധ്യക്ഷനെ ഉന്നം വെച്ചുകൊണ്ട് പാർട്ടി ഓഫീസ് ആക്രമിക്കുന്ന സമീപനമുണ്ടായത്. ഇത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് സംഘം ചേർന്ന് ആസൂത്രിതമായി ആക്രമിക്കുന്നത് കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. ഇത് CPMൻ്റെ സംസ്ഥാന നേതൃത്വം നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് എന്നുള്ളതാണ് വസ്തുത. ഈ സംഭവത്തിൽ ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. DYFIയുടെയും SFIയുടെയും ജില്ലാ നേതാക്കന്മാരാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവർക്ക് പോലീസിൻ്റെ സംരക്ഷണമുണ്ട്. ഇന്നലെ പാർട്ടി ഓഫീസിൽ പോലീസിൻ്റെ സംരക്ഷണമുണ്ടായിരുന്നു. BJP പോലീസ് സംരക്ഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല. പക്ഷേ സ്വമേധയാ കുറച്ച് പോലീസുകാരെ ഈ പാർട്ടി ഓഫീസിൽ നിയോഗിച്ചിരുന്നു. അതും CPMും തമ്മിലുള്ള ഗൂഢാലോചനയാണോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. കാരണം ഈ അക്രമികൾക്ക് ഗേറ്റ് തുറന്നു കൊടുത്തത് പോലീസുകാരാണ്. പോലീസുകാർ ഗേറ്റ് തുറന്നു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ഈ അക്രമികൾക്ക് DYFI ജില്ലാ നേതാവിന് മതിൽ ചാടിക്കടക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ അവർക്ക് ഈ ഗേറ്റിനകത്തേക്ക് വരാൻ, വാഹനങ്ങൾ മുഴുവൻ തല്ലിപ്പൊട്ടിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തത്, ഗേറ്റ് തുറന്നു കൊടുത്തത് ഒരു പോലീസുകാരാണ്. ആ പോലീസുകാരുടെ സംഘത്തിൽ ഒരാൾ മാത്രമാണ് ഈ അക്രമികളെ തടയാൻ, DYFI ജില്ലാ നേതാവിനെ തടയാൻ വേണ്ടി പരിശ്രമിച്ചത്. ആ പോലീസുകാരൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ പോലീസുകാരൻ ആക്രമിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള പോലീസുകാരൊക്കെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്, ഇത് പോലീസുമായി ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അക്രമി സംഘത്തിന് ഓഫീസ് ആക്രമിക്കാനും സംസ്ഥാന പ്രസിഡന്റിനായിട്ട് അക്രമം നടത്തുവാനും പോലീസിൻ്റെ സഹായവും സംരക്ഷണവും ഉറപ്പുവരുത്തിയത് ആഭ്യന്തര വകുപ്പാണ്. അങ്ങനെ ഉറപ്പുവരുത്തണമെങ്കിൽ CPMൻ്റെ സംസ്ഥാന നേതൃത്വം അറിയാതെ ആ കാര്യങ്ങൾ നടക്കില്ല. അതുകൊണ്ടാണ് CPMൻ്റെ സംസ്ഥാന നേതൃത്വം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ് ഇത് എന്ന് BJP ആരോപിക്കുന്നത്. ഈ ഗേറ്റിനകത്തേക്ക് നടന്ന ഈ അക്രമി സംഘം ഓഫീസിനകത്തേക്ക് കയറാതിരുന്നത് ഓഫീസിൻ്റെ വാതിലിന് ബലമുള്ളത് കൊണ്ടാണ്. അതകത്ത് പൂട്ടിയത് കൊണ്ടാണ്. ആ വാതിൽ തള്ളിത്തുറന്ന് ഓഫീസിൻ്റെ മുകൾ നിലയിൽ പോയി സംസ്ഥാന അധ്യക്ഷനിരിക്കുന്ന റൂമായിരുന്നു അക്രമികളുടെ സംഘം. പക്ഷേ ഈ വാതിൽ പൊളിക്കാൻ സാധിക്കാത്തത് കൊണ്ടും വാതിൽ അകത്ത് പൂട്ടിയത് കൊണ്ടും ആ കൃത്യം അവർക്ക് നിർവഹിക്കാൻ സാധിക്കില്ല. അതിനു പകരം അവർ ചെയ്തത് ഈ മുറ്റത്ത് നിന്നുകൊണ്ട് മുകളിലേക്ക് കല്ലെറിയുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കുന്ന മുറിക്ക് നേരെയാണ് അവർ കല്ലെറിയാൻ തയ്യാറായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംസ്ഥാന അധ്യക്ഷനെതിരായിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള വധശ്രമമാണ് എന്ന് BJP ആരോപിക്കുന്നത്. ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തയ്യാറാകണം. ഇത് CPMൻ്റെ പ്രമുഖനായിട്ടുള്ള ചില നേതാക്കന്മാരാണ് ഇതിൽ കൃത്യമായി പങ്കെടുത്തിട്ടുള്ളത്. അർദ്ധരാത്രിയിലും പുലർച്ചയ്ക്കും ആയുധങ്ങളുമായി രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസ് ആക്രമിക്കുകയും അതിൻ്റെ നേതാക്കന്മാരെ ആക്രമിക്കുകയും ചെയ്യുന്നതാണോ CPM നേതാക്കന്മാരുടെ രാഷ്ട്രീയ പ്രവർത്തനമെന്ന് അവരുടെ നേതൃത്വം വ്യക്തമാക്കണം. ഇതിൽ ദൃശ്യങ്ങൾ കൃത്യമാണ്. ഒരാൾ DYFIയുടെ ജില്ലാ നേതാവും ഈ വാർഡിൻ്റെ കൗൺസിലറുമാണ്.
CFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയാണ്. രണ്ടാമതൊരാൾ SFIയുടെ ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ അക്രമത്തിന് നേതൃത്വം നൽകിയത്. കഴിഞ്ഞ പ്രാവശ്യം BJP ആഫീസിന് ബോംബെറിഞ്ഞപ്പോഴും ഞങ്ങൾ ഈ കൗൺസിലറുടെ പേര് പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞതാണ്. പക്ഷേ അന്ന് ഈ സംഭവത്തെക്കുറിച്ച് കേസെടുക്കാൻ തയ്യാറായില്ല. ആ കേസന്വേഷണം ഇതുവരെ 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ഓഫീസ് ബോംബെറിഞ്ഞ് തകർക്കാൻ ശ്രമം നടത്തിയിട്ട് അതിൻ്റെ അന്വേഷണം 1 ഇഞ്ച് പോലും മുമ്പോട്ട് പോകാത്തതാണ് ഇപ്പോഴും വീണ്ടും അക്രമം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ CPMൻ്റെ നേതൃത്വത്തിന് കൈകഴുകാൻ വേണ്ടി കഴിയില്ല. ഇത് കേരളത്തിൽ ഒരു വലിയ കലാപം അഴിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള പരിശ്രമമാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലുടനീളം വ്യാപകമായ തോതിൽ ഏകപക്ഷീയമായിട്ടുള്ള അക്രമങ്ങൾ CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPM നേതൃത്വത്തോടെ ഒരു കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു: ക്ഷമക്ക് ഒരു പരിധിയുണ്ട്, ഒരു പരിമിതിയുണ്ട്. അത് CPM നേതൃത്വം മനസ്സിലാക്കണം. പാർട്ടി നേതാക്കന്മാരുടെ വീടുകൾ മലബാർ മേഖലയിൽ വ്യാപകമായിട്ട് ആക്രമിക്കപ്പെട്ടു. പയ്യന്നൂരിൽ മാത്രം 22 വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആളുകൾക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ താമസിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായത്. CPM അക്രമത്തിൻ്റെ ഭാഗമായിട്ടാണ്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വ്യാപകമായി അക്രമം അരങ്ങേറുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു കണ്ണൂരാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമുണ്ടോ എന്ന് ന്യായമായും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഈ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്, അക്രമത്തിന് കലാപകലുഷിതമായിട്ടുള്ള അന്തരീക്ഷം തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നത് CPMൻ്റെ കണ്ണൂർ ലോബിയാണ്. CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുള്ള P ജയരാജനും കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കാരായി രാജനും കുറേ മാസങ്ങളായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് തിരുവനന്തപുരത്തെ ചോരയിൽ മുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രം കഴിഞ്ഞ മാസങ്ങൾക്കിടയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ, കൊലപാതകം ഉൾപ്പെടെ നിരവധി സംഭവങ്ങളാണ്. ഈ സംഭവത്തിന് പ്രേരണ നൽകുന്നവരാണ്. ഇവർ പങ്കെടുക്കുന്ന രഹസ്യയോഗങ്ങൾ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. പാർട്ടി ക്രിമിനൽ സംഘത്തിന് ഇവർ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് കണ്ണൂരിലെ സംഘർഷത്തെയും കൊലപാതകത്തെയും തിരുവനന്തപുരത്ത് എത്തിക്കാൻ, തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിക്കുള്ള വലിയ ജനപിന്തുണ ഇല്ലാതാക്കാൻ, പാർട്ടി പ്രവർത്തകന്മാരെയും അനുഭാവികളെയും ആക്രമിച്ചും കൊലപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഭീതിയിലാഴ്ത്തിയും ഈ ജില്ലയിൽ BJPക്കുള്ള ജനപിന്തുണയും BJPയുടെ സ്വാധീനവും തകർക്കാം. ഇതാണ് CPM ശ്രമിക്കുന്നത്. പക്ഷേ അത് വിലപ്പോവുകയില്ല എന്ന് CPMനെ ഓർമ്മിപ്പിക്കുന്നു. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ BJP ആവശ്യപ്പെടുന്നു. കേരളത്തിലെ ക്രമസമാധാന മേഖല പാടെ തകർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇന്നലെ അരങ്ങേറിയിട്ടുള്ളത്. ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എന്ത് പറയാനുണ്ട് എന്നറിയാൻ BJPക്ക് ആഗ്രഹമുണ്ട്. BJP കഴിഞ്ഞ ദിവസം ഗവർണർക്ക് നൽകിയിട്ടുള്ള നിവേദനത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടി ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി നൽകിയത് കേരളത്തിൽ ഏതാണ്ട് 148ഓളം സംഭവങ്ങളുണ്ട്. അതിൽ പകുതി BJPയും പകുതി CPMുമാണ്. അതിൻ്റെ അർത്ഥമെന്താ? BJPയുടെ ആരോപണം ശരിയാണ് എന്നുള്ളതാണ്. കേരളത്തിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു, നിയമസമാധാനം തകർന്നിരിക്കുന്നു, ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുവാൻ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നില്ല എന്നുള്ള BJPയുടെ ആരോപണം വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഗവർണർക്ക് നൽകിയിട്ടുള്ള മറുപടി. അതുകൊണ്ട് ഇത് ഞങ്ങൾ ലാഘവത്തോടുകൂടി കാണാൻ ആഗ്രഹിക്കുന്നില്ല. പാർട്ടി ഓഫീസുകൾ, സംസ്ഥാന കമ്മിറ്റി ഓഫീസ് പോലും ആക്രമിക്കാൻ നേതൃത്വം നൽകുന്ന CPMൻ്റെ നിലപാടിനെതിരായിട്ട് ജനാധിപത്യ കേരളം ഒന്നടങ്കം പ്രതിഷേധിക്കണമെന്ന് BJP ആവശ്യപ്പെടുകയാണ്. ഇന്ന് കേരളത്തിൽ വ്യാപകമായി പാർട്ടി പ്രവർത്തകന്മാർ പ്രതിഷേധ ദിനമായിട്ട് ആചരിക്കുകയാണ്. പാർട്ടി ഓഫീസുകൾ പാർട്ടി നേതാക്കന്മാർക്ക് സംരക്ഷണം കൊടുക്കാൻ പോലീസുകാർക്ക് സാധിക്കുന്നില്ല എങ്കിൽ കേരളത്തിൽ പാർട്ടി ഓഫീസുകൾ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള കഴിവും ശക്തിയും BJP പ്രവർത്തകന്മാർക്കുണ്ട് എന്ന്
CPM-നെയും ഈ ഗവൺമെൻറ്റിനെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അത്തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കരുത് എന്നുകൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഈ CPM-ന്റെ ആരോപണം BJP വലിയ അഴിമതി ആരോപണം നേരിടുന്നു. BJP വലിയ അഴിമതി ആരോപണം നേരിടുന്നു. മറയ്ക്കാനാണ് ഇപ്പോൾ അക്രമം CPM ആരോപിക്കുന്നത്. ഞങ്ങൾ ആരുമായി ഗൂഢാലോചന നടത്തി DYFയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ട് അദ്ദേഹമായിട്ടാണ് BJP ഗൂഢാലോചന നടത്തിയത്. ഇത് പകൽ പോലെ വ്യക്തമല്ലേ? ദൈവം ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ CCTV ദൃശ്യങ്ങൾ. ഇല്ലെങ്കിൽ നാട് കിളർക്കെ ഇവർ കള്ളം പ്രചരിപ്പിക്കുമായിരുന്നു. സംസ്ഥാന കമ്മിറ്റി ആഫീസ് ആക്രമിച്ചത് ആരാണ് എന്ന് ഇനി ആരും പറയണ്ടല്ലോ. കോടിയേരി ബാലകൃഷ്ണൻ ആദ്യം ചെയ്യേണ്ടത് ഈ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ അദ്ദേഹം തയ്യാറുണ്ടോ? പകൽ പോലെ വ്യക്തമാണല്ലോ. അതുകൊണ്ട് CPM-ന്റെ നേതൃത്വത്തിന് ഇത് കൈകഴുകാൻ വേണ്ടി കഴിയില്ല. ഞങ്ങളിപ്പോഴും പറയുന്നു, DYFയുടെയും SFIയുടെയും ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ കയ്യിൽ ആയുധങ്ങളുമായി രാത്രിയിൽ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവോടാണ്, അനുഗ്രഹാശത്തോടുകൂടിയാണ്, അവരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഉപയോഗിച്ച ആയുധം നിങ്ങളെല്ലാം കണ്ടില്ല, ക്രിക്കറ്റ് ബാറ്റാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ ബേസ്ബോൾ ബാറ്റ്. സാധാരണ ഇത്തരം ആയുധങ്ങളൊക്കെ നാം TV-യിൽ കണ്ടിട്ടുണ്ട്. അത് ഈ പ്രൊഫഷണൽ കൊട്ടേഷൻ സംഘങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനത്തെ ആയുധങ്ങളൊക്കെയാണോ DYFയുടെ നേതാക്കന്മാരുടെ ആയുധം? അതുകൊണ്ട് ഈ കാര്യത്തിൽ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അടിയന്തരമായ ചില ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് BJP ആഗ്രഹിക്കുന്നു.